ഹലോ അസ്സലാമു ഇന്ന് നമ്മൾ നല്ല കിടില ലുക്കിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള അധികം പൈസ ചിലവൊന്നും ഇല്ലാത്ത 3 ടൈപ്പ് വോളാട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കീപ് വാച്ചിങ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ പോപ്സിക്കിൾ അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള അധികം പൈസ ചിലവൊന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് സിമ്പിളായിട്ടുള്ള ഒരു വോളാട്ടാണ് അല്ലെങ്കിൽ വോൾ ഡെക്കർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം ഇതുപോലെ 4 ഐസ്ക്രീം സ്റ്റിക്ക് അല്ലെങ്കിൽ പോപ്സിക്കിൾ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല സ്ക്വയർ ഷേപ്പിലായിട്ട് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ സെയിം സൈസിൽ 9 എണ്ണം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതിനടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലും ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പുതിയ വീഡിയോസൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്ക്വയർ പീസസ് നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് നമ്മളിതിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫൈനലി നമ്മളിതാ ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിച്ചതുകൊണ്ട് തന്നെ ചെറിയൊരു നൂല് പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഫുള്ളൊന്ന് ഒഴിവാക്കി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അത് നമുക്കിങ്ങനെ പൊളിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അത് സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പോപ്സിക്കിളിൽ നമുക്ക് സ്പോഞ്ച് വെച്ച് പെയിൻറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങളിത് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഗ്ലൗസ് വെച്ച് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. കാരണം ഇത് അക്രിലിക് കളർ ആയതുകൊണ്ട് തന്നെ ഇത് പോവും, പക്ഷേ കുറച്ച് പണിയെടുക്കണം. അതായത് നമ്മുടെ ഈ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ വരും. അപ്പം ഗ്ലൗസ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സേഫ് ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ കിട്ടിയില്ല ലുക്കിലുള്ള ഫസ്റ്റ് ആയിട്ടുള്ള ആ ഒരു വോളൗട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. നമുക്ക് വോളിലേക്ക് നോക്കുന്ന സമയത്ത് വോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ്. അപ്പം അടുത്തത് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പോപ്സിക്കിൾ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ട്രയാങ്കിൾ ഷേപ്പാണ് ഇതിൽ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം എല്ലാ ട്രയാങ്കിളും ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ മുകളിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ പോപ്സിക്കിൾ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളിതാ ഫുള്ള് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രയാങ്കിൾ 12 പീസ് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഇതുപോലെ 6 എണ്ണം അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കതിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ബാക്കിൽ ഇതുപോലെ ഒരു പോപ്സിക്കിൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഗ്ലൂ ഗൺ വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊന്ന് ക്ലീൻ ചെയ്യുക. ഗ്ലൂവിൻ്റെ ആ നൂലും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അതിനുശേഷം ഞാൻ വീണ്ടും ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്.
ഇതാ അടുത്തതായിട്ടുള്ള ഒരു അടിപൊളി വാൾ ഡെക്കർ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ലുക്കും തന്നെ നമ്മുടെ റൂമിനൊക്കെ തരും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിറർ വാൾ ആർട്ടാണ്. അപ്പം നമ്മളെടുത്തുള്ള മിററിൻ്റെ ആ ഒരു സൈസിൽ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ ഞാനൊരു റൗണ്ട് കൊടുക്കുന്നുണ്ട്. അതിനെക്കാട്ടി ചെറുതായിട്ട് നമുക്ക് ഈ ഒരു സ്ക്വയർ അല്ലെങ്കിൽ വുഡൻ സ്റ്റിക്ക് അല്ലെങ്കിൽ കബാബ് സ്റ്റിക്ക് എന്നൊക്കെ പറയും. അപ്പം ഇത് ഞാൻ 3 സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് 18 സെൻറ്റിമീറ്റർ, 21 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ, 27 സെൻറ്റിമീറ്റർ ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആ ഒരു മിററിൻ്റെ സൈസിനനുസരിച്ചിരിക്കും എത്ര എണ്ണം നമ്മൾ എടുക്കണം എന്നുള്ളത്. നമ്മൾ ഫുൾ ഇത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കിടിലനായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സൈസ് ഉള്ളിലെ മിററിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിനെ ബാക്ക് ഭാഗം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് ഞാനിതിൽ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് മിറർ ഒട്ടിച്ചു കൊടുക്കാം. അതിന് ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും ഞാൻ ഇതുപോലെ ഒരു ജൂട്ട് ഒരു 2 ലൈനായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതാ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഒരു ഹുക്കും കൂടെ ചെയ്തെടുക്കാം. നല്ല കിടില ലുക്കിലുള്ള ഒരു വാൾ ഡെക്കറും കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.